വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഡേ ടൈമിൽ ഗോൾഡിന്റെ ഒരു മൂവ്മെന്റിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇന്ന് 13-ാം തീയതി നവംബർ തേഴ്സ്ഡേ ആണ്. ഇന്നത്തെ ഒരു മാർക്കറ്റ്, അതായത് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റും അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഉണ്ടായിരിക്കുന്ന, അതായത് ഈ ഒരു സമയം വരെയുള്ള ഒരു മൂവ്മെന്റിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രത്യേകിച്ചും യൂസ്ഫുൾ ആവുന്നത് ഡേ ടൈം, അതായത് ന്യൂയോർക്ക് മാർക്കറ്റിന് മുൻപുള്ള, അതായത് 5:30 ഈവനിങ് 5:30 PM മുൻപുള്ള ടൈം ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അപ്പം ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം ഇഷ്ടത്തിനായിരിക്കണം, സ്വന്തം റിസ്ക് അനുസരിച്ചായിരിക്കണം. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% അതിന് ആക്യുറസി ഒന്നും നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഗോൾഡ് നിൽക്കുന്നത് സ്ട്രോങ് ബൈയിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഈവനിങ് വളരെ വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം നമുക്കൊരു 4034-35 റേഞ്ചിൽ നിന്ന്, 4134-35 റേഞ്ചിൽ നിന്ന് വളരെ വലിയൊരു മൂവ്മെന്റ്, എവിടെയും യാതൊരു റിജക്ഷനും തരാതെ 4209 വരെയാണ് ഇന്നലെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി വന്നിട്ടുണ്ട്. ഏകദേശം 4179.95 വരെയാണ് ഇന്നത്തെ ഒരു ലോവർ റേറ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആണ്. അപ്പൊ നമുക്ക് പിന്നെയും 4208, 206 എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ബൈ വന്ന് ആ 4209 വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് 4219, 61 വരെയാണ് മാർക്കറ്റ് നിലവിൽ പോയിട്ടുള്ളത്. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് വീണ്ടും റൺ ചെയ്യുന്നത് 4209, 62 അപ്പൊ ഇനിയും മാർക്കറ്റ് ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. ബൈ എൻട്രികൾക്കാണ് കൂടുതൽ ചാൻസസ് ഉള്ളത്. ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റിജക്ഷൻ വരാനുള്ള ഒരു പോയിന്റ് എന്നൊക്കെ പറയുന്നത് 4218-19 ആയിരുന്നു. അതിൽ നിന്ന് ഒരു ചെറിയൊരു 100 പിപ്സ് പോകുന്ന ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഏകദേശം 4225, 28, 30, 35, 40, 48 റേഞ്ചിലേക്കൊക്കെ, 48, 50 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന് പോകാനുള്ള സാധ്യതകളുണ്ട്. 28, 30, 32 നിന്ന് അല്ലെങ്കിൽ 25 നിന്ന് ഒരു വലിയ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സെൽ ഡയറക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചാൻസസ് നമുക്കുള്ളത് മാർക്കറ്റ് ബൈയിലേക്ക് തന്നെയാണ്. ബൈ എൻട്രികൾക്കാണ് ഇന്ന് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ഒരു ചെറിയ റിജക്ഷൻ ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ സെല്ല് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ ലോസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഹ്യൂജ് സെല്ല് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 4179 ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു ഹ്യൂജ് സെല്ല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു സമയത്ത് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമുകളിലൊക്കെ ഒരു സെല്ലിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഹയർ ടൈം ഫ്രെയിമുകളിൽ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ബൈ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. എപ്പോഴും കറക്റ്റ് SL കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ബൈ എൻട്രികളാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെന്റ് ആണ്. അതായത് നേരത്തെ ഒക്കെ ഒരു 40, 50, 60 പോയിന്റിനുള്ളിലേക്കാണ് ഒരു വൺ സൈഡ് മൂവ്മെന്റ് എങ്കിൽ ഇന്ന് നമ്മൾ ഏകദേശം 100 to 300 റേഞ്ചിനുള്ളിൽ ഒരു വൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് SL വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഹ്യൂജ് ലോസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചാർട്ടും ക്യാൻഡിൽസും ഒക്കെ പെർഫെക്റ്റ്ലി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ബൈ എൻട്രികളാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ 4202, 208 ആ ഒരു പോയിന്റിൽ നിന്നൊക്കെ നമുക്ക് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാം. വീണ്ടും ഡൗൺ വരികയാണെങ്കിൽ 4195, അതുപോലെ തന്നെ 4189 ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ഒരു ബൈ എൻട്രികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ട്രേഡ്സ് ചെയ്യുക. സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് കറക്റ്റ് SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ VIP ട്രേഡിംഗ് ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത്.
താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഗോൾഡിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്ത് എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.